നഗരവികസനവും ജനങ്ങളുടെ ക്ഷേമവും പശ്ചാത്തല സൗകര്യങ്ങളുടെ പുരോഗതിയും ലക്ഷ്യമാക്കി 2026-27 വർഷത്തെ പെരിന്തൽമണ്ണ നഗരസഭയുടെ ബജറ്റ് നഗരസഭാ വൈസ് ചെയർപേഴ്സണും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ MB ഫസൽ മുഹമ്മദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നഗരസഭയുടെ കടുത്ത സാമ്പത്തിക ബാധ്യതയും പുറത്തുവിട്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ UDF ഭരണസമിതി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. 2026-27 വാർഷിക ബജറ്റ് നഗരസഭ വൈസ് ചെയർപേഴ്സണും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ MB ഫസൽ മുഹമ്മദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 144.7 കോടി രൂപ വരവും 141.78 കോടി രൂപ ചിലവും 2.92 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് അവതരിപ്പിച്ചത്. 140 കോടി 70,67,543 രൂപ വരവും 79 കോടി 53,39,000 രൂപ പദ്ധതിയുടെ ചെലവും 62 കോടി 25 ലക്ഷം രൂപ പദ്ധതി ചെലവും 2 കോടി 92 ലക്ഷം രൂപ 28,543 രൂപ ഉച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഈ 2026-27 വർഷങ്ങളിൽ അനുവദിക്കുന്നത്. സമഗ്ര വികസനവും ജനങ്ങളുടെ ക്ഷേമവും പശ്ചാത്തല സൗകര്യങ്ങളുടെ പുരോഗതി ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷൻ വരെ വീതി കൂട്ടി ആധുനിക രീതിയിൽ റോഡ് നിർമ്മിക്കുന്ന ബൈപ്പാസ് ഇന്നൊവേഷൻ പദ്ധതി, 70 വയസ്സ് പിന്നിട്ട വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ നൽകുന്ന ഗോൾഡൻ കിറ്റ് പദ്ധതി, നഗരത്തെ ഹാപ്പിനെസ് സിറ്റിയാക്കി മാറ്റുന്ന മൈൻഡ് ഹീലിംഗ് ക്ലിനിക്, നഗരസഭയിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിത ശാക്തീകരണവും സമഗ്ര വികസനവും ലക്ഷ്യമാക്കി സോഷ്യോ എക്കണോമിക് ഹെൽത്ത് പ്രോഗ്രാം, തിരൂർ നായകളുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് ABC ഷെൽട്ടർ ആൻഡ് ഹെൽത്ത് കെയർ സെന്റർ, യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ച് വർക്ക് നിയർ ഹോം പ്രകാരം നോളജ് എക്കണോമി മിഷൻ പദ്ധതി, കാർഷിക ഉൽപാദന മേഖലയിൽ മിഷൻ അഗ്രോ തുടങ്ങിയ പുതിയ പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. നഗരസഭയുടെ കടുത്ത സാമ്പത്തിക ബാധ്യതയും വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് ബജറ്റിൽ വ്യക്തമാക്കി. 78 കോടി രൂപയുടെ വൻ ബാധ്യതയാണ് വൈസ് ചെയർപേഴ്സൺ പറഞ്ഞത്. ബജറ്റ് പുസ്തകത്തിൽ സാമ്പത്തിക ബാധ്യതയുടെ കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു. ബാധ്യതകൾ എന്ന് പറയുന്ന ഹഡ്കോക്ക് 2 കോടി 69 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. കരാറുകാർക്ക് 6 കോടി 29 ലക്ഷം രൂപ നൽകാനുണ്ട്. ഇൻഡോർ മാർക്കറ്റിലെ നിക്ഷേപകർക്ക് നിന്നും 17 കോടി 66 ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇൻഡോർ മാർക്കറ്റ് 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് ഇനി 30 കോടി രൂപ ആവശ്യമുണ്ട്. അതേപോലെ ആയുർവേദ ആശുപത്രി നിർമ്മാണം പൂർത്തിയാക്കാൻ നമുക്ക് 3 കോടി രൂപ ആവശ്യമുണ്ട്. തിരികെ ഈ പല കടകളും ഒഴിഞ്ഞ് അതിന്റെ അഡ്വാൻസ് കൊടുക്കാനുള്ള 10 കോടി രൂപയോളം അവർ പല ഡിമാൻഡുകളായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഒരിങ്കര ഫ്ലാറ്റിന്റെ ദ്രവമാലിക പ്ലാന്റിന് 2 കോടി 40 ലക്ഷം 35 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പണം ഏത് ദിവസവും രാവിലെ ഉണ്ടാക്കേണ്ട പണമാണ്, നാളെ ഉണ്ടാക്കേണ്ട പണമാണ് ഈ പറയുന്ന പണം. ഇതെല്ലാം ഈ വിവിധ ഘട്ടങ്ങളിലായി ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് ഉള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഇതിന് പുറമെ മുൻകാലങ്ങളിലും ഒക്കെ ഉണ്ടാക്കിയ അഡ്വാൻസ് ഉണ്ട്, വാടക അഡ്വാൻസ്. അത് 32 കോടി രൂപയോളം അത് അഡ്വാൻസ് ഇവിടെ നിലനിൽക്കുകയാണ്. അതിൽ ആരൊഴിഞ്ഞു പോകുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്ന ഒരവസ്ഥയാണ്. അവർക്ക് ആ പണം അഡ്വാൻസ് കൊടുക്കണം. അപ്പൊ നമ്മൾ പുതിയ നവീകരണങ്ങൾ ഉണ്ടാക്കാൻ വിദഗ്ധമായിട്ടുള്ള നമ്മളെ ശാസ്ത്രീയമായിട്ടുള്ള സാമ്പത്തിക രംഗത്ത് ശാസ്ത്രീയത പുലർത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖിന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരണ യോഗം ചേർന്നത്. സമഗ്രമായ പുരോഗതിക്കായുള്ള നയങ്ങളും പദ്ധതികളുമാണ് ബജറ്റിൽ അവതരിപ്പിച്ചതെന്ന് ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ പറഞ്ഞു. 2026-27 ബജറ്റ് ഒരു ജനകീയ ബജറ്റായിട്ടാണ് നമ്മളെ വൈസ് ചെയർമാൻ ഫസൽ മുഹമ്മദ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഒരുപാട് മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് നല്ല പ്രവർത്തികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ബജറ്റ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പാർപ്പിടം, മാലിന്യ സംസ്കരണം, പൊതുജനാരോഗ്യം, കുടിവെള്ളം, കാർഷിക വ്യാവസായിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ പുരോഗതി, പട്ടികജാതി വികസനം തുടങ്ങിയ പദ്ധതികളെല്ലാം ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.